19ാമത് ചലച്ചിത്രമേളയ്ക്ക് സ്വാഗതമറിയിച്ച് 8 ദിവസം നീണ്ടുനിന്ന 18ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വർണ്ണാഭമായ സമാപനം. സാംസ്കാരിക മന്ത്രി കെ സി ജോസഫ് അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നഗരത്തിന് നമ്മുടെ സിനിമാശാലകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സിനിമാ പ്രേമികൾ സിനിമ കാണാനെത്തുന്നു. എങ്ങനെ ഇത് നടത്താൻ സാധിക്കും? വലിയ ആശങ്കയായിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തികഞ്ഞ അച്ചടക്കമാണ് ഇവിടെ എത്തിയ ഡെലിഗേറ്റ്സും സിനിമാ പ്രേമികളും കാണിച്ചത് എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. വിഖ്യാത ദക്ഷിണ കൊറിയൻ സംവിധായകൻ കിം കി ദുക്, മലയാളത്തിന്റെ അഭിനയ ചക്രവർത്തി പത്മശ്രീ മധു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അവാർഡുകളുടെ പ്രഖ്യാപനവും വിതരണവും സമാപന സമ്മേളനത്തിൽ നടന്നു. പ്രേക്ഷക അവാർഡ് മലയാളത്തിന്റെ 101 ചോദ്യങ്ങൾ കരസ്ഥമാക്കി. മികച്ച ഡെബ്യൂ ചിത്രത്തിന്റെ സംവിധായകനുള്ള രജത ചകോരം, മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം എന്നിവ അർജന്റീനിയൻ ചിത്രമായ ഇറാറ്റ കരസ്ഥമാക്കി. സംവിധായകൻ ഇവാൻ വെസ്കോവോ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി അവാർഡ് മലയാളത്തിന്റെ കന്യക ടാക്കീസ് കരസ്ഥമാക്കി. മികച്ച ഏഷ്യൻ സിനിമയ്ക്കുള്ള നെറ്റ്പാക് അവാർഡ് മലയാളത്തിന്റെ ക്രൈം നമ്പർ 89 എന്ന ചിത്രവും ബംഗാളി ചിത്രമായ മേഘ് ധാക്ക ദാരയും കരസ്ഥമാക്കി. এন্টারটেইনমেন্ট আমি এখানে লোকরঞ্জন করতে আসিনি। മികച്ച ഡെബ്യൂ ചിത്രത്തിനുള്ള പുരസ്കാരവും മേഘ് ധാക്ക താരയ്ക്കാണ്. ഏറ്റവും വലിയ ആകർഷണമായ സുവർണ ചകോരം മജീദ് ബാർസിഗർ സംവിധാനം ചെയ്ത ഇറാനിയൻ ചിത്രമായ പർവീസ് നേടി. മാധ്യമ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. ഇന്ത്യൻ എക്സ്പ്രസ്, മാതൃഭൂമി, വീക്ഷണം എന്നീ ദിനപത്രങ്ങളും ജയ്ഹിന്ദ്, ഏഷ്യാനെറ്റ് എന്നീ ദൃശ്യമാധ്യമങ്ങളും മനോരമ ഓൺലൈനും മാതൃഭൂമി ക്ലബ് എഫ്എമ്മും പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. പ്രശസ്ത സംവിധായകൻ ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത കേളികൊട്ടോടെയാണ് മേളയ്ക്ക് സമാപനമായത്. M7 News.TV, തിരുവനന്തപുരം.